ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ട വെച്ചിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്നാക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 3 മുട്ടയാണ് എടുക്കുന്നത്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അതേ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഒനിയനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഒരു കൈപ്പിടി വരുന്ന ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും, അത്ര മതി. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മുട്ട നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു സ്പൂണോ ഫോർക്കോ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അടുത്ത് ഞാൻ ഇതുപോലെ ഒരു ഉരുളൻകിഴങ്ങാണ് എടുക്കുന്നത്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നല്ല കനം കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഈ രീതിയിലാണ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ മതി. ഇത്രയും കനം കുറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓയിലാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കാം. നീളത്തിലൊന്ന് കനം കുറച്ച് കട്ടാക്കി എടുത്തതാണ്, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം പാടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉരുളൻകിഴങ്ങ് നല്ല കനം കുറച്ച് കട്ടാക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളും. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സാക്കി ഇതൊന്ന് കുക്കാക്കി എടുക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ. ഇപ്പം നല്ല ചൂടാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടൊന്ന് ആറി വന്ന സമയത്ത് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചുവന്ന മുളക് ചതക്കിയെടുത്തത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് മൈദയോ അല്ലെങ്കിൽ എന്താ പറയുക അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാല് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിളപ്പിക്കാത്ത പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ തിളപ്പിച്ച പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് ഇതിലേക്ക് ഉപ്പൊന്ന് നോക്കണം കേട്ടോ. ഉപ്പ് നമ്മളിപ്പോൾ ഈ ഉരുളൻകിഴങ്ങും സവാളയൊക്കെ ചേർത്ത സമയത്ത് ഉപ്പ് കുറവായിരിക്കും. അപ്പം നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്ന് എരിവുമല്ല, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. നമ്മളിതിലേക്ക് ചില്ലി ഫ്ലെക്സിൻ്റെ ഒരു എന്താ പറയുക എരിവാണ് ഇതിലുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇനി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പച്ചമുളക് കടിക്കുന്നത് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഈ മുളക് ചതക്കിയെടുത്തില്ലേ, അത് വേണമെങ്കിൽ ഒരല്പം കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ എല്ലാവരുടെയും ഒന്ന് ഇതുപോലെ ഒന്ന് കറക്കി ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിൽ നിന്ന് പകുതി മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 ചേരുവകൾ കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതുപോലെ ഒന്ന് എല്ലാവരുടെയും ഒന്ന് പരത്തി കൊടുക്കുക. ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ച് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അടി കട്ടിയൊന്നും ഇല്ലാത്ത പാത്രത്തിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ അടിയിൽ ഒരു പാൻ വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വരുന്ന ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാവരുടെയും ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചീസാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഷീറ്റായിട്ട് കിട്ടുന്ന ചീസില്ലേ, അതാണ്. ഇതിന് പകരം മൊസറല്ല ചീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഷീറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 1 പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും കേട്ടോ. അത്രയും നല്ല എന്താ പറയുക ക്വാണ്ടിറ്റിയുള്ള നല്ല അടിപൊളി ഐറ്റമാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള മുട്ട മിക്സ് ഇതിൻ്റെ മുകളിൽ കൂടി ആക്കി കൊടുക്കുക കേട്ടോ. ഫുള്ള് കവർ ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ലെവലാക്കി കൊടുത്താൽ മതി കേട്ടോ. ആ ചീസ് കാണുന്ന ഭാഗത്തേക്ക് ഇതൊന്ന് മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ചൊന്ന് ലെവലാക്കി റെഡിയാക്കി എടുത്താൽ മതി. ശ്രദ്ധിക്കാനുള്ളത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കുക കേട്ടോ.
ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം എന്താ പറയുക സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 2 പിഞ്ച് വരുന്ന മുളക് പൊടി ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, കാണാനൊരു ഭംഗിക്കും പിന്നെ ചെറിയൊരു എരിവ് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മുളക് പൊടി ചേർത്താൽ മതി, അല്ലെങ്കിൽ മുളക് പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 4 മിനിറ്റോളം വെച്ച സമയത്ത് ഏകദേശം അടിഭാഗം ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങളെടുക്കുന്ന പാനിനും അതുപോലെ ഫ്ലെയിമിനും അനുസരിച്ചാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം വരിക കേട്ടോ. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അത് ശ്രദ്ധിക്കണം. ഇപ്പം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ മറ്റേ ഭാഗവും റെഡിയായി വന്നോളൂ. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് മറ്റേ ഭാഗം കൂടി റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായി കുക്കായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊരു സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. സെർവ് ചെയ്യുന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് സ്നാക്കായിട്ട് ചായക്കൊപ്പമൊക്കെ കഴിക്കാനും ഉപയോഗിക്കാം. ഇനി സ്കൂൾക്ക് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാതെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് റെഡിയാക്കി പിന്നെ പാത്രത്തിലാക്കി കൊടുക്കാനും ഒക്കെ പറ്റും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കണം. അതുപോലെ ലൈക്കും ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. മുട്ടയും ഉരുളൻകിഴങ്ങും എല്ലാം നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവയാണ് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.